സൂക്ഷിക്കാനല്ല കൂടുതൽ തഖ്വ വേണ്ടത്, 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയാവണം, എന്നാലേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തഖ്വ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകുന്നത് ചെറിയ കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ ഈമാനുമ തൊട്ട കളിയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഈമാനിൽ തൊട്ട കളിയാണ്. അവന് ആഖിബത്ത് നഷ്ടപ്പെടുന്ന, ആഖിബത്ത് ചീത്തയാകുന്ന കാര്യമാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാറുള്ള ദുആ ബാങ്കിന് ശേഷമുള്ള ദുആയാണ്. കാരണം അത് മുഹമ്മദ് നബിക്ക് നേർക്കുനേരുള്ള ദുആയും ശഫാഅത്ത് നിർബന്ധമാക്കുന്ന ദുആയാണ്. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫിയത വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅതഹു എന്ന് ഒരാൾ ബാങ്ക് ഇഖാമത്തിന് ശേഷം ദുആ ചെയ്താൽ വജബത് ലഹു ശഫാഅതി, അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് ഹബീബുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. ഈമാനുമായി കണക്ട് ചെയ്ത എല്ലാ കാര്യവും നല്ലോണം ശ്രദ്ധിക്കണം. 90-ൽ ചില്ലാനം കാര്യങ്ങൾ ഈമാനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈമാനിന് 70-ൽ ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി എണ്ണി 90 വരെ എണ്ണിയിട്ടുണ്ട് ഈമാനുമായി കണക്ട് ചെയ്ത കാര്യം. ഈമാൻ 70-ൽ ചില്ലാനം ശാഖ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് അതൊക്കെ നിസ്സാരീകരം, എല്ലാം നിസ്സാരമായിരിക്കും. നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, സത്താറ് കല്യാണം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇപ്പോൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഓനെ കാണേണ്ടതല്ലേ, മോത്തക്ക് നോക്കേണ്ടതല്ലേ. ദീനിന്റെ 1/2 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കാനുള്ള റബ്ബെ എങ്ങനെയാണ് പോവാതിരിക്കുക എന്ന് നമ്മളാരും ആലോചിക്കില്ല. ഒരു കല്യാണത്തിന് പോകുമ്പോഴുള്ള നീയത്ത് വരെ നമുക്ക് ശരിയല്ല എന്നർത്ഥം. സത്താറിനെ കുറ്റം മുടക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുള്ള നമ്മൾ കല്യാണം പറഞ്ഞതാണ്, ഓൻ്റെ മൂത്ത കുട്ടിയുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ഇളയ കുട്ടിയുടെ കല്യാണമാണ്, ഇനി ഓൻ്റെ ഒരു കല്യാണമില്ല, എങ്ങനെ പോവാതിരിക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പടച്ചോനെ, ദീനിന്റെ 1/2 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്താണല്ലോ, പോകാൻ സമയമുണ്ടായിട്ട് ഞാൻ എങ്ങനെ പോകാതിരിക്കും, നിനക്കെന്താ തോന്നാ റബ്ബേ എന്നാലോചിച്ച് ഒരു നിക്കാഹിന്റെ സദസ്സിൽ നമ്മളാരും പോകാറില്ല. കാരണം അത് ഈമാനുമായി കണക്റ്റാണ്, നമുക്ക് നിസ്സാരമായിട്ട് തോന്നുള്ളൂ. മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അറദ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. അങ്ങനെയാണ്. നളാഫത്ത് എന്ന് പറഞ്ഞ വൃത്തി ഈമാനിൽ കണക്റ്റഡ് ആണ്. വൃത്തി ഈമാനുമായി കണക്റ്റഡ് ആണ്. ബാത്റൂം കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കലാണ് പലപ്പോഴും നമ്മുടെ പതിവ്. കാരണം എന്താ? അത് വേറെ ആരും ചെയ്തോട്ടെ, കാരണം ഈമാനുമായി കണക്റ്റഡ് ആയ വിഷയത്തിൽ നമുക്ക് അത്രേ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർബന്ധം പിടിച്ച് നമ്മൾ തന്നെ എന്ന് കഴുകണവരാവോ അന്നാണ് നമ്മൾ നല്ല മനുഷ്യന്മാരാകണത്. ഈമാനുമായി കണക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യം കാണിക്കണം. അന്നദാഫത്തു മിനൽ ഈമാൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോ, പാത്രം കഴുകുമ്പോ നിയ്യത്ത് വെക്കണം, പഠിച്ചോനെ ഈമാൻ കൂടുന്ന അമലാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈമാൻ കൂട്ടി തരണേ. ചെറിയ ഇബാദത്ത് കൊണ്ട് വലിയ കാര്യം കിട്ടും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി. ഒരു പെട്ടിക്കട നടത്തിയാൽ, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കണ ചെറിയ ഒരു തട്ടുകട നടത്തിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാം. എന്താ? അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് പുണ്യനബി. ഗൗസുൽ ഉസ്താദ് കച്ചവടക്കാരനായിരുന്നു. ഗൗസുൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ് അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാ കിതാബുകളിലും അബുൽ വഫയെ കുറിച്ച് ഗൗസുൽ പറയാറുണ്ട്. എന്ത് കച്ചവടം? ബത്തക്ക കച്ചവടം ചെയ്യുന്ന ആളാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിൽ ഇരുന്ന് വെള്ളക്കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് സ്വർഗത്ത് പോകാൻ ഒരു കച്ചവടം ഉണ്ടായാൽ മതി. പക്ഷെ എന്ത് വേണം? അത്താജിറു സ്വദൂഖുൽ അമീൻ ആയിരിക്കണം, വിശ്വസ്തനും സത്യസന്ധനും ആയിരിക്കണം. അതിന് നമുക്കൊരു കാര്യം കിട്ടും. വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. അല്ലെങ്കിൽ നബി തങ്ങൾ അത് രണ്ടും കൂടിയും പറയാൻ പാടില്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി തങ്ങൾ രണ്ടും രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രവും പോരാ. കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം, സത്യസന്ധതയും വേണം. അപ്പൊ കറക്റ്റായിരിക്കും. നല്ല ഇബാദത്താണ് കച്ചവടം ചെയ്യാന്നുള്ളത്. ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ അത് തന്നെ പറ്റും. ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരും ചെയ്യും. മദീന
നന്നാവാൻ പറ്റിയ നല്ല സ്ഥലമാണ്. കേടുവരാൻ ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന. ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാം. ഖുർആൻ നന്നാവാനുള്ളൊരു സാധനമാണ്. ഖുർആൻ കൊണ്ട് കേടെന്നാലോ നിസ്കാരം 3 ഉള്ളൂ എന്ന് കിട്ടും. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗ്ഗമുണ്ട്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കള്ളുടിയാൻ, ഒരു വ്യഭിചാരി, ഒരു ചുറ്റളിക്കാരൻ, ഒരു പലിശക്കാരൻ, ഓനെ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ എല്ലാ ഫാസിഖും ഫാസിഖായതിൻ്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും. ഇതൊരു സത്യമാണ്. എല്ലാവരും മനസ്സിലായിക്കോളെ. കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിൻ്റെ നിന്നുള്ള വഴിയിൽ നിന്ന് തെറ്റാതെ പോവില്ല. കാരണം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിഖുണ്ടാവില്ല. ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല. ഉമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് വേണ്ടത്. വലുത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധ. എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നം. നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്പള നഖം മുറിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. നഖം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല, നേരം കിട്ടണില്ല, അതിന് ഒഴിവില്ല, തോന്നണില്ല. അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും. അന്വേഷിച്ചറിയാൻ പറ്റും. കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നത്. അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉള്ളവരാവണം. അപ്പോഴേ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യമാകുള്ളൂ. പ്രവർത്തനമല്ല, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയും.